അയ്യ വണക്കം. ബംഗ്ലാദേശികൾക്ക് നിരന്തരം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോൾ നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികളും ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞ് കടന്ന കുറെ ബംഗ്ലാദേശി വേട്ടാവളിയൻ വിദ്യാർത്ഥികളുമുണ്ട്. ഈവന്മാർക്കാണ് ഇപ്പൊ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യ വിരുദ്ധത പറയുന്ന ഇവന്മാർക്ക് പണി കിട്ടുമ്പോൾ അണഞ്ഞിരിക്കുന്ന ഒരുത്തനുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഗർജിക്കുന്ന സിംഗമായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി അലിയാസ് പപ്പുമോൻ, അഥവാ ഞാൻ അവനെ വിളിക്കുന്നത് ഇന്ത്യൻ സെലൻസ്കി എന്നാണ്. അതായത് എന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിലേറുന്നുവോ അന്ന് ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് അപ്പുറത്ത് അരക്ഷിതമായിട്ട് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ റഷ്യ യുക്രൈനെ ആക്രമിച്ചതുപോലെ ഇന്ത്യയെ പിച്ചി ചീന്തിക്കൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈന ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കും. അതായത് ചൈനയുടെ ഒരു പപ്പറ്റ് സർക്കാരോ അമേരിക്കയുടെ ഒരു പപ്പറ്റ് സർക്കാരോ ആയിരിക്കുമല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ മോൻ. അപ്പോൾ ഈ മോൻ ഇവിടെ കയറി കഴിയുമ്പോൾ അതായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആവാനാണ് സത്യം പറഞ്ഞാലും മണിപ്പൂരും ആസാമിലൊക്കെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയുമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും നോർത്ത് ഈസ്റ്റിനെ പിരിച്ച് ഒരു ഇവാഞ്ചലിസ്റ്റിക് രാജ്യമാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഡോണ്ട് വറി, വി ഹാപ്പി. ഇന്നലെ നമ്മൾ മണിപ്പൂരിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. മണിപ്പൂരിൽ ആക്രമണം, അയ്യോ കുക്കിയും മെയ്തിയും തമ്മിലുള്ള ആക്രമണമാണ് എന്ന് അവിടെ ഉള്ളവർ പറയും. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാര് ഇതാ നോക്കൂ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ വ്യാജ നെറേറ്റീവ് അവന്മാർ അടിച്ചു ഇറക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ നോക്കിയപ്പോൾ ഇന്നലെ അവന്മാർ ബാലിസ്റ്റിക് മിസൈലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഷെടാ, ഭരണഘടനയിൽ കുറച്ച്, അതായത് ഭരണഘടനയിൽ നിങ്ങൾ ഗോത്ര വിഭാഗമാണെന്ന് പറഞ്ഞ് കുറച്ച് റിസർവേഷനും കാര്യങ്ങളും പിന്നെ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിന്നപ്പോൾ തലേ കയറി എന്ന് മുടിവിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിൽ ഇന്നലെ അവന്മാരുടെ ബങ്കറുകളെല്ലാം ആടിച്ചോദിക്കി ചാക്കി കെട്ടി. ഇത് വംശീയ ആയിട്ടുള്ള ആക്രമണമല്ല, മറിച്ച് ഇത് തീവ്രവാദ ആക്രമണമാണ് എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി. മ്യാൻമർ വഴിയും നേപ്പാൾ വഴിയൊക്കെ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾ അങ്ങോട്ടേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് മാത്രമല്ല നിരീക്ഷിച്ചു വരികയാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ വരുന്ന 30 to 40 മില്യൺ ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ട് എന്നാണ് കണക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ല. കേരളത്തിലെ സർക്കാരിന് അവരൊക്കെ അതിഥി തൊഴിലാളികളാണ്. പാലും മുട്ടയും കൊണ്ടു കൊടുക്കുമ്പോൾ ഈ മുട്ട തന്നെ എടുത്ത് അവന്മാരെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കും. നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ബായിമാര് നല്ല പച്ചത്തെറി വിളിക്കും. ഏത് ഭാഷയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അവന്മാർ വിചാരിക്കും അഭിനന്ദിക്കണമെന്ന് വിചാരിച്ച് കേട്ടുകൊണ്ടിരിക്കും നമ്മുടെ പാവം സർക്കാർ. പക്ഷെ കേന്ദ്രം അങ്ങനെയല്ല. കേന്ദ്രത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. 30 to 40 മില്യൺ ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. നുഴഞ്ഞു കയറിയവരും നുഴഞ്ഞു കയറാത്തവരുമായിട്ടുള്ള ബംഗ്ലാദേശികൾ. ഇങ്ങനെ കയറിയതും കയറാത്തവരുമായിട്ടുള്ള ബംഗ്ലാദേശികൾ ഉണ്ട് എന്നിരിക്കെ ഏത് വഴിയാണ് ഇവന്മാർ ഇവിടെ വരുന്നത്? ഇവന്മാർ വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമർ, മ്യാൻമറിൽ നിന്ന് നേപ്പാൾ, നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇത് കണ്ടെത്തി ഇത് തകർക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ നമ്മൾ അടി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്ലീൻ ആവാൻ പോകുന്നത് മണിപ്പൂർ മാത്രമല്ല, ആസാമാണ്. ആസാമിൽ ഇരിക്കുന്നത് ആരാണെന്നറിയാമല്ലോ, ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ ആസാമിൽ ഇപ്പോൾ 3 ജില്ലകളിൽ അരിച്ചു പറക്കി ബംഗ്ലാദേശികളെ ചവിട്ടി കൂട്ടിയെടുത്ത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 ജില്ലകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഹഫ്ലോഗ്, ഗിയാപ്രി, ജബ്രി, ഇങ്ങനെയുള്ള 3 ജില്ലകളിലാണ് ബംഗ്ലാദേശികളെ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആസാമിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞു? പറയില്ല. കാരണം ബംഗ്ലാദേശികളാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയില്ല. അവിടെ ഹിന്ദുക്കളായിരുന്നു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സംഘപരിവാറിന്റെ തലയെ കെട്ടി വെച്ചിട്ട് നേരെ അതുവഴി ശൂലം ഭ്രൂണ ഗർഭിണി എന്ന് പറഞ്ഞു പോയി നേരെ നരേന്ദ്രമോദിയുടെ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് മോദിക്ക് ഏതാ ഇഷ്ടം കഴിക്കാൻ? എനിക്ക് ആപ്പിൾ എന്ന് പറയുമ്പം ചുവപ്പ് കളർ, ചുവപ്പ് എന്ന് പറയുമ്പോൾ ചോര എന്ന് പറയുമ്പോൾ ഗുജറാത്ത് കലാപം, അപ്പൊ ഗുജറാത്ത് കലാപം നരാധിപൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലൈനിലൊക്കെ ഇറക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. കാരണം ബംഗ്ലാദേശികളാണല്ലോ അവിടെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ബംഗ്ലാദേശികൾ അവിടെ കിടന്ന് പൂണ്ട് വിളയാടുന്നത് കണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ത് ചെയ്തു? 2 ആഴ്ചക്കാലമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. പ്രക്ഷോഭം നടത്തുന്നത് അവിടുത്തെ പ്രാദേശികവാസികളും പ്രാദേശിക സംഘടനകളുമാണ്. എന്താണ് കാരണം? കാരണമെന്ന് പറഞ്ഞാൽ ഇവന്മാർ കച്ചവടം അതിഭീകരമായിട്ട് കയ്യേറുന്നു. അതായത് ആസാമിലെ ജനങ്ങൾക്ക് ജീവിക്കാനില്ല, നീയൊക്കെ നമുക്കിടയിൽ വന്ന് തമ്പടിച്ച് റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കം ഞങ്ങളുടെ കച്ചവടമെല്ലാം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നവർക്ക് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള കലാപമായി അവിടെ മാറാനൊരു ശ്രമം ഉണ്ടായിരുന്നു. അതിൻ്റെ ശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1 മാസക്കാലമായി ആസാമിൽ 30ഓളം ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും മലയാള മാധ്യമങ്ങൾ പറഞ്ഞോ? പറയില്ല.
കാരണം എന്താ, ഈ 30ഓളം ബലാത്സംഗങ്ങളിലും പ്രതിയായിട്ട് വന്നിരിക്കുന്നവർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്, ഇൻഫിൽട്രേറ്റേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ടാണ്, അതായത് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആസാമിലെ ജനങ്ങളെല്ലാം കൊണ്ടിറങ്ങി തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി. പക്ഷേ അപ്പോഴും മിണ്ടാതിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ. എന്നിട്ട് എപ്പോഴാണ് അടി തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വന്നൊരു വിദ്യാർത്ഥി ഇന്ത്യ വിരുദ്ധ പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ആ പോസ്റ്റിന് ഇവർ ലവ് ഇമോജി അടിച്ചു. അങ്ങനെ ലവ് ഇമോജി അടിച്ചപ്പോഴാണ് ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് കൊണ്ടളവിയത്. ഇനി ഒന്നും നോക്കണ്ട, ഒതുക്കിക്കോ എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള അടി അവിടെ തുടങ്ങിയത്. അങ്ങനെ ബംഗ്ലാദേശികളെ ആസാമിൽ നിന്ന് പുറത്താക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ NRC രജിസ്ട്രേഷൻ, പൗരത്വ രജിസ്ട്രേഷൻ, ഇത് ആസാമിൽ നടപ്പാക്കാൻ പറ്റിയ സമയമാണ് എന്നുള്ളത് ഹിമന്ത് ബിശ്വ ശർമ്മ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഉടനെ തന്നെ നടപ്പാക്കും. എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉടനെ തന്നെ നടപ്പാക്കി കൃത്യമായി മുന്നോട്ട് പോകും എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പുറകെ വേറൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിലെ ഇപ്പോൾ ഇരിക്കുന്ന യൂനസ് സർക്കാർ കുത്തുവാള എടുത്തിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല, ഇന്ത്യ ആണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് വലിയ കച്ചവട താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പോരാത്തതിന് ഇന്ത്യ പ്രകടിപ്പിക്കാത്തതുകൊണ്ട്, ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ ഒരു പാരസൈറ്റ് ആണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പാരസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷാർക്ക്, അതായത് സ്രാവ് ഇങ്ങനെ കടലിൽ നീന്തി കളിക്കുമല്ലോ, അതിൻ്റെ ഇടയിൽ ചെറിയ 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 പാരസൈറ്റ് ഒക്കെ വന്നിരിക്കും. സ്രാവ് തിന്നിട്ട് വല്ലതൊക്കെ മിച്ചം താഴോട്ട് പോകണമെങ്കിൽ അത് തിന്ന് ജീവിക്കുന്ന പരാന്നഭോജികൾ. അങ്ങനെ ഇന്ത്യക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം ബംഗ്ലാദേശിന്റെ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോണ്ടിരുന്ന അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു രാജ്യമായിരുന്നു സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ്. അങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണ് അവിടെ ചണം എത്തുന്നത്. ആ ചണം അവിടെ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ തുണിയൊക്കെ ഉണ്ടാക്കി ടെക്സ്റ്റൈൽ മേഖലയൊക്കെ വികസിപ്പിച്ച് ആ തുണി കയറ്റി ഇന്ത്യയിലേക്ക് അയക്കും. നമ്മളിവിടെ കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് പർച്ചേസിങ് പവർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തും വാങ്ങിക്കും. അങ്ങനെയുള്ള തുണികളൊക്കെയാണ് സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിന്ന് പോയപ്പോൾ ബംഗ്ലാദേശ് കുത്തുവാള എടുത്ത്, പോരാത്തതിന് അവിടെ ഫ്ലഡ് ഉണ്ടായി. അതായത് നമ്മുടെ ത്രിപുരയിലെ ഡുംബൂർ ഡാം തുറന്നപ്പോൾ അവിടെ ഫ്ലഡ് ഉണ്ടായി. ഇതെല്ലാം കൊണ്ട് കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നരേന്ദ്രമോദി ബ്രൂണയിലോട്ട് പോയി അവിടെ കച്ചവട സാധ്യതകൾ ഉറപ്പിച്ചു. അപ്പോൾ ബംഗ്ലാദേശിന് മനസ്സിലായി ഇനി നമുക്ക് വലുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം ഇവിടെ കുറഞ്ഞത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത് മനസ്സിലായി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായിരുന്നു ആ വാർത്ത? ബംഗ്ലാദേശിലെ തുണിത്തരങ്ങൾ, അതായത് ക്ലോത്തിങ് ബ്രാൻഡുകൾ അവിടെ പോയി കച്ചവടം, അവിടെ ബംഗ്ലാദേശിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത് അവിടെ ഉൽപ്പാദനം നടത്തിയിരുന്നല്ലോ. ആ ഉൽപ്പാദനം നടത്തിയിരുന്ന ആ ബ്രാൻഡുകൾ, ആ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ആ ടെക്സ്റ്റൈൽ മേഖല മുഴുവൻ ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇങ്ങനെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് യൂനിസ് നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്കൊന്ന് കാണണം, എനിക്ക് കണ്ടേ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂയോർക്കിൽ വെച്ച്, അതായത് ഈ വരുന്ന 22, 23 തീയതികളിൽ, അതാ 21, 22 തീയതിയാണ്, 22, 23 തീയതി, ഈ തീയതികളിൽ നരേന്ദ്രമോദി ന്യൂയോർക്കിലുണ്ട്. ന്യൂയോർക്കിലെ UNGA എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സമ്മേളനത്തിലാണ് നരേന്ദ്രമോദി ന്യൂയോർക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ന്യൂയോർക്കിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സമയം കിട്ടുമല്ലോ, അപ്പം എനിക്ക് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് ഒഫീഷ്യലായിട്ടൊന്ന് കാണണം, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയമെങ്കിലും തന്നത്. ഇന്ത്യ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഔദ്യോഗികമായിട്ടാണ് പറഞ്ഞെങ്കിലും ഇന്ത്യ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയുള്ള ബംഗ്ലാദേശികളെല്ലാം കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. ആസാമിൽ നിന്നും വലിയ രീതിയിലുള്ള മൂവാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നോർത്ത് ഈസ്റ്റിൽ പല ആൾക്കാരും സ്വാധീനം ഉറപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ, ഒഡീഷയിൽ നിന്ന് അഗ്നി 400 മിസൈൽ കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷിച്ചു, കണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശമായിരുന്നു. ചൈന പോലും വറച്ചുപോയി. കാരണം ചൈനയുടെ ഏതാണ്ട് എല്ലാ മേഖലകളും, 3/4% മേഖലകളും കവർ ആവുന്ന ഒരു മിസൈലാണ്, ആണവ വാഹിനിയാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, നമ്മളിത് ചുമ്മാ വെച്ചിരിക്കുന്നതല്ല. നമ്മളിപ്പോൾ കണ്ടല്ലോ, അഗ്രസീവായിട്ടാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി വളർത്തുന്നത്, അല്ലെങ്കിൽ ഡിഫൻസ് ആ ഒരു ഇൻഡസ്ട്രി വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചൊറിയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈന്യത്തോട് ഏത് നിമിഷവും ഒരു അടി ഉണ്ടാവാം, എല്ലാവരും യുദ്ധസജ്ജരായിരിക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതിന് പിറകെ മണിപ്പൂരിൽ അടി തുടങ്ങി. ഇപ്പോൾ ആസാമിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനൊടുവിൽ ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുന്നു. വലിയ രീതിയിലുള്ള ശുദ്ധികലശത്തിനാണ് നോർത്ത് ഈസ്റ്റ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ജമ്മു കാശ്മീരൊക്കെ, അതായത് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈന, 2 രാജ്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും, എന്നിട്ട് അതിനകത്തുള്ള ആഭ്യന്തര ശത്രുക്കൾ പറയും, എന്നിട്ട് പോലും ജമ്മു കാശ്മീരിനെ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ക്ലീൻ ചെയ്യാമെങ്കിൽ ജഗന്നാഥന് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.